നമസ്കാരം. ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരു വ്യക്തി ജനിച്ച സമയമനുസരിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറെക്കുറെ കാര്യങ്ങളൊക്കെ പ്രവചിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ജന്മനക്ഷത്രത്തിനും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താനായി സാധിക്കും. അത്തരത്തിലൊന്നാണ് കുബേരയോഗം. അപ്പോൾ കുബേരയോഗം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ധനവാനായി അല്ലെങ്കിൽ എല്ലാവിധ ഐശ്വര്യത്തോടു കൂടി വാഴാനുള്ള യോഗത്തെയാണ് കുബേരയോഗം എന്ന് പറയുന്നത്. ധനത്തിന്റെ അധിപനാണല്ലോ കുബേരദേവൻ. അപ്പോൾ അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ധനത്തിന്റെ ഒരു ഒഴുക്കുണ്ടാകാൻ പോവുകയാണ്, തടസ്സങ്ങൾ നീങ്ങാൻ പോവുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ പോവുകയാണ്, ഐശ്വര്യം വന്നു ചേരാൻ പോവുകയാണ്. അപ്പോൾ 5 നക്ഷത്രക്കാർക്കാണ് ഇവിടെ കുബേരയോഗം ആരംഭമാകാൻ പോകുന്നത്. ഇത്തരത്തിൽ രാജയോഗം അല്ലെങ്കിൽ കോടീശ്വര യോഗം, മഹാഭാഗ്യം തെളിയുന്ന 5 നക്ഷത്രക്കാരെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ആ 5 ഭാഗ്യശാലി നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രങ്ങളായി വരുന്നത് മകയിരം, തിരുവാതിര, പുണർദം. ഈ 3 നക്ഷത്രക്കാരാണ്. ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകൾ, ധാരാളം കടങ്ങളാണുള്ളത്. ജീവിതത്തിൽ എന്തുണ്ട് എന്നും ചോദിച്ചാൽ കടമുണ്ട് എന്ന് മാത്രമാണ് പറയാൻ സാധിക്കുന്നത്. ആ കടത്തിനെ വീട്ടുവാൻ, ഒരു കടം വീട്ടാൻ മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങുന്നു, അത് വീട്ടാനായി വേറൊരാളിൽ നിന്ന് വാങ്ങുന്നു. അങ്ങനെ കടത്തിനു മേൽ കടമായിട്ടുള്ള ഒരു ജീവിതം ഇവിടെ മാറുന്നു. അതായത് കുബേരയോഗം തെളിയുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളെ വീണ്ടും തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഭാഗ്യമാണ്, ഉയർച്ചയാണ് ലഭിക്കാൻ പോകുന്നത്. പുതിയ ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഉള്ള ജോലി കളയാതിരിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും എങ്കിലും ചില അവസരങ്ങളൊക്കെ പുതിയ ജോലിയായി നിങ്ങളുടെ മുന്നിലേക്ക് എത്താനുള്ള സാധ്യതയും ഉള്ളതിനാൽ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ അത് കൃത്യത പാലിക്കുക. വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കാവൂ. ആഗ്രഹ സാഫല്യം ഉണ്ടാകും. ഇതുവരെ ഉണ്ടായിരുന്ന സങ്കടങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാവുകയാണ്. കുബേരയോഗമാണ് തെളിയുന്നത്. വിഷമങ്ങളൊക്കെയും മാറുന്നതാണ്. അടുത്ത് വിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ ദർശനമൊന്നും നടത്തി പ്രാർത്ഥിച്ചാട്ടെ. ഈ ഭാഗ്യങ്ങളൊക്കെ പൂർണ്ണമായി ആ പൂർണ്ണ തോതിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ഒരു പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാരാണ് ഈ 5 നക്ഷത്രക്കാരിൽ പെടുന്ന അപ്പോൾ ഈ ഒരു നക്ഷത്രക്കാർക്ക്, അതായത് അവിട്ടം, തിരുവോണം, ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വമ്പൻ ഭാഗ്യം കാത്തിരിപ്പുണ്ട് കേട്ടോ. ഒരുപാട് നാളുകൾ എന്ന് പറഞ്ഞാൽ നീണ്ട 4-5 കൊല്ലങ്ങൾക്ക് ശേഷം വരുന്നൊരു ഭാഗ്യമായിട്ട് ഇതിനെ കണക്കാക്കാം. എന്തെന്നാൽ അത്രയ്ക്ക് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇടയ്ക്ക് ചെറിയ തോതിലൊരു സാമ്പത്തിക കയറ്റം ഉണ്ടായി എങ്കിൽ പോലും അതിനേക്കാട്ടി ഇരട്ടി ബുദ്ധിമുട്ടുകൾ ആരോഗ്യപരമായി നേരിട്ടതിനാൽ ആശുപത്രി വാസമൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. വീഴ്ചയൊക്കെ ഈ ഇടക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് ഒന്ന് മറിഞ്ഞു വീഴുകയും വണ്ടിയിൽ നിന്നൊക്കെ വീഴേണ്ടതായ ചില സമയങ്ങൾ, അതായത് കണ്ണിൽ തട്ടാനുള്ളത് പുരികത്ത് തട്ടിപ്പോയി എന്ന് തന്നെ നിങ്ങൾക്ക് കരുതാം. പ്രാർത്ഥന നന്നായിട്ട് വേണം. പ്രാർത്ഥന അനിവാര്യമായ സമയമാണ്. അപ്പോൾ ഈ പറഞ്ഞ 5 നക്ഷത്രക്കാർക്കും കഷ്ടതകളൊക്കെ മാറി നേട്ടം ആരംഭിക്കാൻ പോവുകയാണ്. സാമ്പത്തിക ഒരു മാന്ദ്യം ഉണ്ടായിരുന്നു, ഒരു മന്ദത ഉണ്ടായിരുന്നു സമ്പത്തിന്, അതിന് മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ വിളക്ക് കൊടുത്ത്, അതായത് ഒരു കുപ്പി എണ്ണയും ഒരു വിളക്കും, ചെറിയൊരു വിളക്ക് മതി, ഇത് സമർപ്പിച്ച് നിങ്ങൾ തന്നെ 5 തിരിയിട്ട് അത് കത്തിച്ച് ആ നടയ്ക്കൽ നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അതിലൂടെ ആ തെളിയുന്ന ദീപം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖത്തെയും മാറ്റി ഐശ്വര്യം കൊണ്ടുതരുന്നതാണ്. അപ്പോൾ ആ മൂർത്തിയെ, അതായത് ആ ദേവി ചൈതന്യത്തെ, അത് ദേവനാകട്ടെ ദേവിയാകട്ടെ, അടുത്തുള്ള ഏത് ക്ഷേത്രമാണെങ്കിലും ദേവി ക്ഷേത്രത്തിലും നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ മഹാദേവന്റെ ക്ഷേത്രം, അതായത് നിങ്ങൾ ഏത് ദേവനെയാണോ ആണോ ആരാധിക്കുന്നത് ആ മൂർത്തിക്ക്, ആ ദേവ ചൈതന്യത്തിന് ഒരു വിളക്ക് സമർപ്പിച്ച് ഒരു കുപ്പി എണ്ണയുമായി ആ തിരുനടയിൽ ചെന്ന് ആ വിളക്ക് കത്തിക്കുക, 5 തിരിയിട്ട് കത്തിക്കുക. ആ ക്ഷേത്രത്തിലെ ആ വിഗ്രഹത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഈ 5 തിരിയിട്ട നിലവിളക്ക് കത്തിച്ചതിന് ശേഷം അതിലേക്കും കൂപ്പുകൈയോടുകൂടി നോക്കി നിന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുക. അതിനുശേഷം തിരിച്ചു പോരുക. അത് എപ്പോഴാണോ അണയുന്നത്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ തിരുമേനി അത് അണച്ചു മാറ്റി ചിലപ്പോൾ വെക്കാനും സാധ്യതയുണ്ടാകും. ഏതായാലും അത് അണഞ്ഞു തീരുന്നതോടുകൂടി നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറുകയും ചെയ്യും, നിങ്ങളിലേക്ക് ഫലങ്ങൾ എത്തുകയും ചെയ്യും. അപ്പോൾ കൂടാതെ കുടുംബക്ഷേത്രം, അതായത് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ കുടുംബക്ഷേത്ര ദർശനം കൂടി ഒന്ന് മുടക്കാതെ നടത്താനൊക്കെ ഒന്ന് ശ്രമിക്കണം. അതും നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്നതാണ്.